പുതിയ വെല്ലുവിളിയായി റഷ്യൻ പതാക വഹിച്ച എണ്ണക്കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിരിക്കുകയാണ്. മോസ്കോയും വാഷിംഗ്ടണും തമ്മിലുള്ള നയതന്ത്ര തർക്കം പുതിയ തലത്തിലേക്ക് പോകുന്നു. ബ്രിട്ടനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ US വിമാനങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി കപ്പൽ പിന്തുടർന്നു. അതിനുശേഷം വടക്കൻ കടലിൽ വെച്ച് റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കറായ മരിനീര പിടിച്ചെടുത്ത് US. നാവികസേനയെ അകമ്പടിക്കായി വിട്ട് കപ്പലിനെ സംരക്ഷിക്കാൻ മോസ്കോ ശ്രമിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് പുതിയ നീക്കം. ട്രംപിന്റെ വെനിസ്വേല ഉപരോധം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാവിലെ മരിനീര ടാങ്കറിനെ സംരക്ഷിക്കാൻ റഷ്യക്കാർ ഒരു അന്തർവാഹിനിയും നാവിക കപ്പലുകളും സമീപത്തേക്ക് അയച്ചിരുന്നു. എന്നാൽ രഹസ്യ ടാങ്കർ സുരക്ഷിതമാക്കാനുള്ള മോസ്കോയുടെ അവസാന ശ്രമങ്ങൾ മണിക്കൂറുകൾക്ക് ശേഷം US സൈന്യം കപ്പലിൽ കയറിയതോടെ പരാജയപ്പെട്ടു. കപ്പലിൽ നിന്നുള്ള സിഗ്നലുകൾ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി UK ഒരു റിവൈവ് ജോയിന്റ് ചാരവിമാനം നൽകി എന്നും പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു. അതീവ രഹസ്യമായ വിമാനം പറത്തുന്നത് RAF പൈലറ്റുമാരും GCHQ ലിസണിംഗ് പോസ്റ്റിൽ നിന്നുള്ള സിവിലിയൻ ചാരന്മാരുമാണ്. റോയൽ നേവി RFA ടൈപ്പ് ഫോഴ്സ് ടാങ്കറും RAF നിരീക്ഷണ വിമാനവും ടാങ്കർ പിടിച്ചെടുക്കാനുള്ള US പ്രവർത്തനത്തെ സഹായിച്ചുവെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു. കപ്പൽ പിടിച്ചെടുത്തതായി സ്ഥിരീകരിച്ചിട്ടുള്ള പ്രസ്താവനയും US സൈന്യത്തിന്റെ യൂറോപ്യൻ കമാൻഡ് Xൽ പങ്കുവച്ചിട്ടുണ്ട്. US ഉപരോധങ്ങൾ ലംഘിച്ചതിന് നീതിന്യായ വകുപ്പ്, ആഭ്യന്തര സുരക്ഷാ വകുപ്പ്, പ്രതിരോധ വകുപ്പ് എന്നിവർ ചേർന്നാണ് ടാങ്കർ പിടിച്ചെടുത്തത് എന്നും പ്രസ്താവനയിൽ പറയുന്നു. US കോസ്റ്റ് ഗാർഡ് കപ്പൽ പിടിച്ചടക്കുന്ന സമയത്ത് മരിനീരയുടെ പരിസരത്ത് റഷ്യൻ കപ്പലുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇത് നടക്കാനിടയുണ്ടായിരുന്ന സംഘർഷം ഒഴിവാക്കിയതായും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായ RT ടാങ്കറിനടുത്തേക്ക് ഒരു ഹെലികോപ്റ്റർ വരുന്നതായി കാണിക്കുന്ന വ്യക്തമല്ലാത്ത 2 ഫോട്ടോകളും പുറത്തുവിട്ടിട്ടുണ്ട്. ബെല്ല 1 എന്നറിയപ്പെട്ടിരുന്ന ഈ ടാങ്കറിന് 2024 US അനുമതി നൽകിയ ശേഷം ഇതിന്റെ പേര് മരിനീര എന്ന് മാറ്റുകയായിരുന്നു. ഇറാനിൽ നിന്ന് വെനസ്വേലയിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ US സമുദ്ര ഉപരോധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിനെ തുടർന്ന് US കോസ്റ്റ് ഗാർഡ് കപ്പലിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഐസ്ലാൻഡിലെ US താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ ഉൾപ്പെടെ കപ്പലിന് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. US സൈന്യം ടാങ്കർ തടയാൻ ശ്രമിക്കുന്നത് ഇത് ആദ്യമല്ല. ഡിസംബറിൽ വെനസ്വേലയ്ക്ക് സമീപം ഒരു ബോർഡിംഗ് ശ്രമം ക്രൂ പരാജയപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആ സംഭവത്തെ തുടർന്നാണ് കപ്പലിന് പുറത്ത് റഷ്യൻ പതാക വരയ്ക്കുകയും കപ്പൽ റഷ്യയുടെ ഔദ്യോഗിക ഷിപ്പിംഗ് രജിസ്ട്രിയിൽ ചേർക്കുകയും ചെയ്തത്. തുടർന്ന് മോസ്കോ കപ്പലിനെ പിന്തുടരുന്നത് വാഷിംഗ്ടൺ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പുറമെ ലാറ്റിൻ അമേരിക്കൻ സമുദ്രാതിർത്തിയിൽ വെനിസ്വേലയുമായി ബന്ധമുള്ള മറ്റൊരു ടാങ്കറും US കോസ്റ്റ് ഗാർഡ് തടഞ്ഞിട്ടുണ്ട്. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മെഡൂറയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയതിനു പിന്നാലെ US കൂടുതൽ സൈനിക നടപടികളിലേക്ക് കടക്കുകയാണ്. ശനിയാഴ്ച മുതൽ വൻതോതിൽ USന്റെ സൈനിക വിമാനങ്ങൾ ബ്രിട്ടനിൽ ലാൻഡ് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. 14 C-17 ഗ്ലോംബാസ്റ്റർ, 3 കാർഗോ ജെറ്റുകൾ, 2 സായുധ AC-130J ഗോസ്റ്റ് റൈഡർ ഗൺഷിപ്പുകളും ബ്രിട്ടനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ ഇറങ്ങിയതായാണ് റിപ്പോർട്ട്. ലാൻഡ് ചെയ്തിരിക്കുന്ന ഗോസ്റ്റ് റൈഡറിന് പീരങ്കികൾ, ബോംബുകൾ, മിസൈലുകൾ എന്നിവ വഹിക്കാൻ ശേഷിയുണ്ട്. ഗ്ലോബ് മാസ്റ്ററിൽ എത്തിച്ചതായി കരുതുന്ന 5 MH-60M ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഒരു MH-47G ചിനൂക്കും ബ്രിട്ടീഷ് ഹാങ്കറുകളിൽ എത്തിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. UKയുടെ പ്രധാന പ്രതിരോധ സുരക്ഷാ പങ്കാളിയാണ് US. ബുധനാഴ്ച വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കർ മരിനീര പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു സൈനിക സജ്ജീകരണം നടത്തിയതെന്നും സൂചനകളുണ്ട്. നാറ്റോ സ്റ്റാറ്റസ് ഓഫ് ഫോഴ്സ് എഗ്രിമെന്റ്, വിസിറ്റിംഗ് ഫോഴ്സ് ആക്ട് തുടങ്ങിയ നിരവധി ദേശീയ രാജ്യാന്തര കരാറുകൾക്ക് കീഴിലാണ് USന്റെ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്നത്. നിയമവിരുദ്ധമായ വെനിസ്വേലൻ എണ്ണക്കടത്തിനെതിരെയുള്ള ഉപരോധം ലോകത്തെവിടെയും കർശനമായി തുടരുമെന്ന് അതേസമയം US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് അറിയിച്ചു. US കോസ്റ്റ് ഗാർഡും സൈന്യവും സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. തുടക്കത്തിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ടാങ്കറിൽ കയറി നിയന്ത്രണം ഏറ്റെടുക്കുകയും പിന്നീട് അത് കോസ്റ്റ് ഗാർഡിന് കൈമാറുകയും ചെയ്തു. പിടിച്ചെടുക്കൽ നടപടി നടന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ റഷ്യൻ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയും നിലയുറപ്പിച്ചിരുന്നു. ഇരു രാജ്യങ്ങളെയും സൈനികർ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ അതേസമയം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമേരിക്കൻ നാവികസേന കപ്പലിൽ പ്രവേശിച്ചതോടെ മരിനീര എന്ന ടാങ്കറുമായുള്ള എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടതായി റഷ്യൻ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അമേരിക്കയുടെ ഈ നടപടി വെറും കടൽ കൊള്ളയാണെന്ന് റഷ്യൻ നിയമസഭാ അംഗം ആൻഡ്രി ക്ലിഷാസ് ആരോപിച്ചു. കഴിഞ്ഞ വർഷം ഫ്രഞ്ച് തീരത്ത് സമാന രീതിയിൽ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിൽപ്പെട്ട കപ്പൽ ഫ്രഞ്ച് കമാൻഡോകൾ പിടിച്ചെടുത്തിരുന്നു. ഈ സംഭവം മോസ്കോയും വാഷിംഗ്ടണും തമ്മിലുള്ള നയതന്ത്ര തർക്കത്തെ പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.